നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശങ്കർ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് 15 നിയമസഭാംഗങ്ങൾ ചേർന്ന് കേരള കോൺഗ്രസ് എന്നൊരു പാർട്ടിക്ക് 1964 ഒക്ടോബർ 9 രൂപം കൊടുക്കുന്നു. നായരും നസ്രാണികളും ചേർന്നുള്ള ആ പാർട്ടി കേരളത്തിൽ പെട്ടെന്ന് തന്നെ തലപൊക്കി. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരള കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ തളർത്തി. അന്ന് ഇന്ത്യ ഭരിക്കുന്ന കോൺഗ്രസ് സർവ്വതന്ത്രങ്ങളും പയറ്റി. കേരള കോൺഗ്രസിനെ ഭിന്നിപ്പിച്ചും പിളർത്തിയുമൊക്കെ പല കഷണങ്ങളാക്കി അതിൻ്റെ വീര്യം കുറയ്ക്കാനുള്ള പദ്ധതി അണിയറയിൽ അവർ ആസൂത്രണം ചെയ്തു. കേരള കോൺഗ്രസിനെ തളർത്താനുള്ള മുഖ്യ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ കെ കരുണാകരനെ പോലെയുള്ള അധികായന്മാർ, കെ എം ജോർജ്, പിന്നീട് ബാലകൃഷ്ണപിള്ള, നിരവധി നേതാക്കൾ ഉയർന്നു വന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ മറ്റൊരത്ഭുതം കൂടി സംഭവിച്ചു. പാലായിൽ നിന്ന് കേരള കോൺഗ്രസിൻ്റെ അമരത്തേക്ക് കെ എം മാണി എന്ന രാഷ്ട്രീയ അധികായൻ വളർന്നു വന്ന കാലഘട്ടം. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ പല ചരിത്ര സംഭവങ്ങളും നമ്മൾ കണ്ടു. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി രൂപം കൊണ്ട് പെട്ടെന്ന് തന്നെ ചരമം പ്രാപിക്കുന്ന അനേകം സംഘടനകളും പാർട്ടികളും. എങ്കിലും ക്രിസ്ത്യൻ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടി എന്ന ലേബൽ ക്രമേണ കേരള കോൺഗ്രസിന് മേൽ ചാർത്തപ്പെട്ടു. കേരള കോൺഗ്രസിനെ തുടർന്ന് കേരള രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ ഉറപ്പിച്ചു നിർത്താൻ കെ എം മാണി എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന് കഴിഞ്ഞു. ഭരണത്തിന്റെ പങ്കായം പിടിച്ചിരുന്ന കോൺഗ്രസ് പലപ്പോഴും കേരള കോൺഗ്രസിനെ തളർത്താനുള്ള തന്ത്രങ്ങൾ പയറ്റി. കാരണം കേരള കോൺഗ്രസിൽ നിന്ന് വിഘടിച്ചു പോയ ഒരു പ്രസ്ഥാനമാണ്. കോൺഗ്രസ് വോട്ട് ബാങ്ക് തന്നെയാണ് കേരള കോൺഗ്രസിന്റെ ശക്തി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരം നീക്കങ്ങൾ. കരുണാകരൻ, ആന്റണി, പിന്നെ ഉമ്മൻചാണ്ടി. ഈ കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന മറ്റൊരു നേതാവാണ് കെ എം മാണി. മുസ്ലിം ലീഗ് എല്ലാ കാലവും UDF-നൊപ്പം ചേർന്ന് നിന്നു. ഒരു വശത്ത് മുസ്ലിം ലീഗ്, മറുവശത്ത് കേരള കോൺഗ്രസ്. ഇതായിരുന്നു എക്കാലത്തും UDF പയറ്റിയ ന്യൂനപക്ഷ ഭൂരിപക്ഷ തന്ത്രം. കാലക്രമേണ നായർ സമുദായത്തിൽ നിന്ന് വലിയൊരു വിഭാഗം കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്നകന്നു. എങ്കിലും നായർ വിഭാഗത്തിന് എപ്പോഴും കേരള കോൺഗ്രസിനോട് ഒരു പ്രത്യേക ആഭിമുഖ്യം. UDF-നൊപ്പം ചേർന്ന് നിന്നിരുന്നു കെ എം മാണിയും കൂട്ടരും. എന്നാൽ കെ എം മാണിക്ക് ശേഷം ജോസ് കെ മാണി വിഭാഗം LDF-ലേക്ക് ചെന്ന് കയറുന്ന കാഴ്ച. UDF-ൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ തുടർന്നായിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ LDF പ്രവേശനം. കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത. ഒരു വശത്ത് ജോസ് കെ മാണി UDF-ലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയായിരുന്നു ആദ്യം നിറഞ്ഞത്. പിന്നീട് ജോസ് കെ മാണിയും റോഷിയും തമ്മിലുള്ള ആഭ്യന്തര കലഹം മാധ്യമങ്ങൾ വാർത്തയാക്കി. കേരളത്തിൽ ഒരു പ്രത്യേകതരം മാധ്യമ എക്കോസിസ്റ്റം നിലനിൽക്കുന്നു. ഒരു വശത്ത് കോൺഗ്രസ് അനുകൂല മാധ്യമ വിഭാഗങ്ങൾ, മറുവശത്ത് CPM അനുകൂല മാധ്യമങ്ങൾ. ഇരുവർക്കുമിടയിൽ തുല്യ അകലം പാലിച്ചുകൊണ്ടാണ് പലപ്പോഴും കേരള കോൺഗ്രസിന്റെ നിലനിൽപ്പ്. LDF-ൽ നിന്ന് കേരള കോൺഗ്രസിനെ അടർത്തിയെടുക്കണം എന്ന ആഗ്രഹം ഒരു വിഭാഗം വലതുപക്ഷ മാധ്യമങ്ങൾക്ക്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ അണികളിൽ ഭൂരിപക്ഷവും UDF ചായ്വുള്ളവരാണ് എന്ന് വ്യക്തം. പഴയ കോൺഗ്രസ് പാരമ്പര്യം പേറുന്നവർ. അതുകൊണ്ട് തന്നെ UDF-ലേക്ക് അവർ മടങ്ങിച്ചെല്ലുമെന്ന് ഒരു വിഭാഗം കണക്കുകൂട്ടി. മറുവശത്ത് തങ്ങളെടുത്ത രാഷ്ട്രീയ നിലപാടിൽ വെള്ളം ചേർത്താൽ അത് പക്വതയില്ലായ്മയാകും എന്ന് കണക്കുകൂട്ടിയ റോഷി അഗസ്റ്റിനെ പോലെയുള്ള നേതാക്കൾ. ഇതിനിടയിലാണ് കേരളത്തിലെ അറിയപ്പെടുന്ന നിഷ്പക്ഷർ എന്ന ലേബലിൽ ചാർത്തപ്പെട്ട ചില ആളുകൾ അമിത കേരള കോൺഗ്രസ് പ്രേമം കാണിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ജോസ് കെ മാണിയെയും കൂട്ടരെയും LDF-ൽ നിന്ന് ചാടിക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു അവർ ആവിഷ്കരിച്ചത് എങ്കിൽ പിന്നീട് ജോസ് കെ മാണിയെ പിളർത്തി UDF-ൽ എത്തിക്കാനുള്ള തന്ത്രങ്ങൾക്ക് അവർ തുടക്കമിട്ടു. റോഷി അഗസ്റ്റിൻ, ജോസ് കെ മാണി ഇരുവരെയും സംശയത്തിന്റെ മൂടുപടത്തിൽ നിർത്തി പറ്റുമെങ്കിൽ ഒന്ന് പിളർത്തി ഒരു കക്ഷണം UDF-ൽ എത്തിക്കാൻ ചിലർ വെമ്പൽ പൂണ്ടു. കേരള കോൺഗ്രസ് റോ എന്നൊരു വിഭാഗം ജനിക്കുമെന്നായിരുന്നു ചിലർ പ്രവചിച്ചത്. ജോസ് കെ മാണിയും കൂട്ടരും ഇടതുപക്ഷ ചേരിയിൽ നിന്നാൽ അവർ ഇല്ലാതാകും എന്ന് വിലപിക്കുന്നവരുണ്ട്. ജോസ് കെ മാണിയും കൂട്ടരും UDF-ലേക്ക് കടന്നു ചെല്ലുന്നത് തന്നെയാണ് നല്ലത് എന്ന വസ്തുത നിലനിൽക്കെ അവരെടുക്കുന്ന രാഷ്ട്രീയ നിലപാടിൽ പെട്ടെന്ന് മലക്കം പറഞ്ഞാൽ അത് ജനങ്ങളുടെ വിശ്വാസ്യതയെ ബാധിക്കും. ഇതിനിടയിലാണ് റോഷി അഗസ്റ്റിൻ ഉയർത്തിവിട്ട ചില വിവാദ കൊടുങ്കാറ്റുകൾ. പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കുമെന്നാണ് റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിച്ചത്. അതും ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിച്ചു വാങ്ങി. എന്തിനാണ് ഇത്തരമൊരു ചോരത്തിളപ്പ് റോഷി കാട്ടിയത് എന്ന് ജോസ് കെ മാണി തിരികെ ചോദിക്കുന്നു. തൻ്റേത് ചോരത്തിളപ്പല്ല എന്ന റോഷിയുടെ മറുപടി. 1964
കേരള കോൺഗ്രസ് പിറന്ന അന്നു മുതൽ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ആക്രമിക്കുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. പരമാവധി പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കി ചെറു കഷ്ണങ്ങളാക്കി മാറ്റുകയാണ് മിക്കവരുടെയും ശ്രദ്ധ. കത്തോലിക്ക സമുദായവുമായി വലിയ ബന്ധമുള്ള പാർട്ടി എന്ന നിലയ്ക്ക് മെത്രാന്മാരോട് വലിയ വിധേയത്വം ഈ പാർട്ടി നേതാക്കൾ പ്രകടിപ്പിക്കാറുണ്ട്. അത് പക്ഷേ പലപ്പോഴും ഒരു ഡിക്റ്റേറ്റർഷിപ്പിന് തുല്യമാണോ എന്ന് സംശയിച്ചു പോകും. മുമ്പൊരിക്കൽ LDF നിന്ന് PJ ജോസഫ് വിഭാഗത്തെ അടർത്തിയെടുത്ത് മാണി വിഭാഗത്തിനൊപ്പം ചേർത്തത് ചില മെത്രാന്മാരുടെ നേതൃത്വത്തിലായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില ചരിത്ര വസ്തുതകളുണ്ട്. UDF എന്ന മുന്നണിയെ എല്ലാ കാലത്തും ഭദ്രമായി കേരള കോൺഗ്രസ് നേതാവ് KM മാണി നിലനിർത്തിയതെങ്ങനെ എന്ന ഭാഗം. ഒരു വശത്ത് മുസ്ലിം ലീഗ് നിലയുറപ്പിക്കുമ്പോൾ മറുവശത്ത് ഏറ്റവും വലിയ കേരള കോൺഗ്രസ് ഫ്രാക്ഷൻ എന്ന നിലയിൽ മാണി വിഭാഗം UDFനൊപ്പം ചേർന്ന് നിന്നു. 1980 ഇടതുപക്ഷത്തേക്ക് KM മാണി ഒരു ചായ്വ് പ്രകടിപ്പിച്ചു എന്നതൊഴിച്ചാൽ മറ്റൊരു കാലഘട്ടത്തിലും UDF വിട്ടു പോയിരുന്നില്ല കേരള കോൺഗ്രസ് മാണി വിഭാഗം. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ അവർ LDF തെരഞ്ഞെടുത്തത് ചില രാഷ്ട്രീയ സാഹചര്യങ്ങളെ തുടർന്ന് തന്നെയാണ്. ഒരു വശത്ത് PJ ജോസഫ് പാർട്ടി പിടിച്ചെടുക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു. മറുവശത്ത് PJ ജോസഫിനോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ചില നീക്കങ്ങൾ നടത്തുന്നു. ഇതിന് പിന്നിൽ ചരിത്രപരമായ ചില വസ്തുതകളുണ്ട്. 2011-16 കാലഘട്ടത്തിലെ ബാർക്കോഴ കേസ്. ബാർക്കോഴ സമയത്ത് കോൺഗ്രസിന് സമ്മർദ്ദമൊരുക്കാൻ KM മാണി ചില തന്ത്രങ്ങൾ പയറ്റിയിരുന്നു. അതിൻ്റെ ഭാഗമായി മന്ത്രിസഭയിൽ നിന്ന് കേരള കോൺഗ്രസിൻ്റെ മന്ത്രിമാർ വിട്ടുനിൽക്കണമെന്ന പൊതു ആവശ്യം പാർട്ടിയിൽ ഉയർന്നു. ആ സമയത്ത് അതിനോട് മുഖം തിരിച്ച് നിൽക്കുകയായിരുന്നു PJ ജോസഫ്. ഇതിൻ്റെ നന്ദി കോൺഗ്രസ് PJ ജോസഫിനോട് പ്രകടിപ്പിച്ചു. ഇതിൻ്റെ ഭാഗമായിരുന്നു KM മാണിയുടെ മരണശേഷം ജോസ് കെ മാണിക്ക് പാർട്ടിയുടെ വലിയ ചുമതലകൾ ഏൽപ്പിക്കുന്നതിൽ നിന്ന് ചില തന്ത്രങ്ങൾ പയറ്റി കോൺഗ്രസ് കളത്തിൽ കയറി കളിച്ചത്. ജോസ് കെ മാണി വിഭാഗത്തെ അടർത്തി ഓടിച്ചോടിച്ചാൽ ജോസഫ് വിഭാഗത്തെ തങ്ങൾ അംഗീകരിക്കുമെന്ന് അവരോട് രഹസ്യമായി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഇതിനുവേണ്ടി ചില ഇടപാടുകളും വരെ നടന്നു. അതിൻ്റെ തുടർച്ചയായിരുന്നു ബെന്നി ബെഹനാൻ നടത്തിയ ഒരു പ്രഖ്യാപനം. അങ്ങനെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDF പുറത്താക്കി. അതിനു പിന്നാലെ അവർ LDFിലേക്ക് ചേക്കേറി. CPMുമായി ചങ്ങാത്തത്തിൽ പിന്നീട് നീങ്ങുന്ന കേരള കോൺഗ്രസിനെ നമ്മൾ കണ്ടു. ഒടുവിൽ 2021 തെരഞ്ഞെടുപ്പിൽ ഇത് LDFന് വലിയ നേട്ടമുണ്ടാക്കാൻ കാരണമായി. 2026 എത്തി നിൽക്കുമ്പോൾ PJ ജോസഫ് വിഭാഗം ഏറെ ശുഷ്കമായിരിക്കുന്നു. മിക്ക മണ്ഡലങ്ങളിലും അവർക്ക് സ്ഥാനാർത്ഥികൾ പോലുമില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ പരിദേവനം. ചില മണ്ഡലങ്ങളെങ്കിലും ഇക്കുറി PJ ജോസഫ് വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്ന് തിരികെ പിടിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമമാത്രമായ സീറ്റുകളിലേക്ക് PJ ജോസഫ് വിഭാഗം ചുരുങ്ങിയാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നേട്ടമാകും. കേരള കോൺഗ്രസിനെ ഏറെക്കുറെ ഒതുക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ആ വിജയം. സാധാരണഗതിയിൽ മാണിക്കാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ മാണി ഒരു വശത്തും മറുവശത്ത് മാണി വിരുദ്ധരുമാണ്. ഇതുതന്നെയാണ് കാലങ്ങളായി പാലായിൽ ആവർത്തിക്കുന്നതും. വലിച്ചാൽ വലിയുന്ന പാർട്ടിയെന്നൊക്കെ നമ്മൾ പരിഹസിക്കും കേരള കോൺഗ്രസിനെ. വളരും തോറും പിളരും, പിളരും തോറും വളരും എന്ന മാണി സിദ്ധാന്തം ഒരു വശത്ത്. സാധാരണ കപ്പച്ചേട്ടന്മാരുടെ ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. എന്നാൽ കേരള കോൺഗ്രസിന് അസ്തിത്വവും ആശയവും പകർന്ന് KM മാണി ഒരുക്കിയ ചില സിദ്ധാന്തങ്ങൾ. ആ സിദ്ധാന്തം തന്നെയായിരുന്നു CPMനെ വെല്ലുവിളിച്ചുകൊണ്ട് തൊഴിലാളി വർഗ പാർട്ടി എന്ന തലത്തിലേക്ക് കേരള കോൺഗ്രസിനെ കൈപിടിച്ചുയർത്താനുള്ള ഒരു ശ്രമം. പലപ്പോഴും CPMന്റെ ആശയങ്ങളും സിദ്ധാന്തങ്ങളുമൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് KM മാണി എന്ന ധനകാര്യ വിദഗ്ധൻ നേർക്കുനേർ അവരുമായി ഏറ്റുമുട്ടുന്നു. എന്നാൽ KM മാണി എക്കാലത്തും തൻ്റെ തലപ്പൊക്കം കാത്തു സൂക്ഷിച്ചു. പാലായിൽ മാണി വിഭാഗവും മാണി വിരുദ്ധരും തന്നെയാണ് കാലങ്ങളായി ഏറ്റുമുട്ടിയത്. KM മാണിക്ക് ശേഷം മാണി വിരുദ്ധർ ഒരുമിക്കുകയും അവർ ജോസ് കെ മാണിക്കെതിരെ തിരിയുകയും ചെയ്തു. മിതഭാഷിയാണ് ജോസ് കെ മാണി. സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരുടെ വാക്കസർത്തുകളില്ല. ഭരണ നൈപുണ്യമുണ്ട് ജോസ് കെ മാണിക്ക്. മികച്ച സംഘാടകനാണ്. എന്നാൽ വാക്ചാതുരുകൊണ്ട് എതിരാളികളെ വീഴ്ത്തുന്ന ശൈലി ജോസ് കെ മാണി അവലംബിക്കാറില്ല. ഇവിടെയാണ് മാതൃഭൂമിയെപ്പോലെയുള്ള ചില മാധ്യമങ്ങൾ ഇന്ന് ഉയർത്തിവിടുന്ന വ്യാജ വാർത്തകളുടെ ആഴം പരിശോധിക്കേണ്ടത്. പാലായിൽ ജോസ് കെ മാണിയല്ല, നിഷ ജോസ് കെ മാണിയാണ് മത്സരിക്കാനൊരുങ്ങുന്നത്. അതിൻ്റെ ഭാഗമായാണ് റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണി തന്നെ മത്സരിക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചതെന്നാണ് ഇന്ന് മാതൃഭൂമിയുടെ കണ്ടുപിടുത്തം. ഇത് യാഥാർത്ഥ്യവുമായി ഒരു വിധത്തിലും പൊരുത്തപ്പെടാത്ത ഒരു വാർത്തയാണ്. കേരള കോൺഗ്രസിനെ ഇപ്പോൾ ആക്രമിച്ച് തകർക്കുന്നതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട്. UDFിൽ പ്രബല വിഭാഗമായി മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. മുസ്ലിം സമുദായത്തിൽ വലിയ ഏകീകരണമാണിപ്പോൾ നടക്കുന്നത്. എന്നാൽ മറുവശത്ത് കേരള കോൺഗ്രസ്
പ്രതിനിധാനം ചെയ്യുന്ന കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ ചേരിതിരിഞ്ഞ് പരസ്പരം ചെളിവാരി എറിയുന്നു. പല സംഘങ്ങളും സംഘടനകളുമായി ഈ കത്തോലിക്ക വിഭാഗം ഇന്ന് ചിതറിത്തെറിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ മധ്യ തിരുവിതാംകൂറിൽ കാണുന്നത്. കേരള കോൺഗ്രസിനെ ആക്രമിച്ച് തളർത്തേണ്ടത് ഒരു കൂട്ടരുടെ വലിയ ആവശ്യവും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വശത്ത് മുസ്ലിം ലീഗും മറുവശത്ത് കോൺഗ്രസും നിലയുറപ്പിച്ച് UDF എന്ന മുന്നണി മുന്നോട്ട് പോകുമ്പോൾ ചില ആശയക്കുഴപ്പം, ബാലൻസിങ്ങിൻ്റെ പ്രശ്നമുണ്ടാകുമെന്ന് ചിലർക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് LDFനൊപ്പം ചേർന്ന് നിൽക്കുന്ന കേരള കോൺഗ്രസിനെ പരമാവധി തളർത്തുക തന്നെയാണ് അതിനു പിന്നിലെ രാഷ്ട്രീയ ചാണക്യബുദ്ധി. റോഷി അഗസ്റ്റിൻ്റെ അമിതാവേശം ചില അപകടങ്ങൾ ചെയ്തു എന്നത് വ്യക്തമാണ്. എന്നാൽ അതിലപ്പുറം ജോസ് കെ മാണിയെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന നേതാവ് തന്നെയാണ് റോഷി. KM മാണി വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള റോഷി അഗസ്റ്റിൻ എന്ന നേതാവ് KM മാണിയുടെ മകനെ എപ്പോഴും സ്നേഹത്തിൽ പൊതിഞ്ഞു പിടിച്ച കാഴ്ചയാണ് പാർട്ടി പ്രവർത്തകർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ LDFിൽ നിന്ന് UDFിലേക്ക് ചേക്കേറാൻ ജോസ് കെ മാണി ശ്രമിച്ചിരുന്നു എന്ന സംശയം ജനങ്ങൾക്കിടയിൽ പടർത്തിവിട്ട ചില മാധ്യമ വാർത്തകളെ തുടർന്ന് റോഷിയുടെ നീക്കങ്ങളും സംശയനിഴലിലായി. KM മാണി എന്ന രാഷ്ട്രീയ അധികായന് എത്രമാത്രം ആരാധക വൃന്ദമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴും കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശക്തി. വലിയൊരു വിഭാഗം പ്രവർത്തകർ ഇപ്പോഴും മാണി വിഭാഗത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എങ്കിൽ അതിന് ഒരൊറ്റ കാരണം മാത്രം. എന്നാൽ സംഘടനാ വൈഭവം ഒരു പ്രത്യേക അളവിൽ സമന്വയിപ്പിക്കപ്പെട്ട വ്യക്തി തന്നെയാണ് ജോസ് കെ മാണി. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംഘടനാ തലത്തിൽ ഇപ്പോഴും പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നത്. മാതൃഭൂമിയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടുപിടുത്തം, കഴിഞ്ഞ കുറച്ചു കാലമായി പാലാ മണ്ഡലത്തിലെ മത സാമുദായിക പരിപാടികളിലും പൊതുചടങ്ങിലുമൊക്കെ നിഷ ജോസ് കെ മാണി പങ്കെടുക്കുന്നുവെന്ന്. ഇതോടെയാണത്രേ നിഷ സ്ഥാനാർത്ഥിയാകുമോ എന്ന ആകാംക്ഷ പലരും പങ്കുവെക്കുന്നത്. ജോസ് കെ മാണി പാലായിൽ മത്സരിക്കും എന്നിതുവരെ തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല എന്നതാണ് മാതൃഭൂമിയുടെ കണ്ടുപിടുത്തം. നിഷ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണത്രേ റോഷി അഗസ്റ്റിൻ ചില പ്രസ്താവനകൾ തട്ടിവിട്ടത്. ജോസ് കെ മാണി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ മൈക്ക് പിടിച്ചു വാങ്ങി റോഷി അഗസ്റ്റിൻ നടത്തിയ ആ പ്രസ്താവന തെറ്റിദ്ധാരണ പടർത്തി എന്നത് വ്യക്തമാണ്. എന്നാൽ റോഷിയുടെ ഈ നീക്കങ്ങളിൽ തെറ്റിദ്ധാരണയ്ക്ക് ആധാരമായി ഒന്നുമില്ല എന്നാണ് ജോസ് കെ മാണി പറയുന്നത്. രാജ്യസഭയിൽ ജോസിന് അടുത്ത വർഷം ഡിസംബർ വരെ കാലാവധി ബാക്കിയുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ തോൽവി നേരിട്ടത് ഇത്തവണയും ജോസ് കെ മാണിക്ക് നേരിടേണ്ടി വരുമോ എന്നാണ് ചിലർ ഉയർത്തുന്ന സംശയം. അതുകൊണ്ടാണത്രേ ഭാര്യ നിഷയെ പാലായിൽ മത്സരിപ്പിക്കാൻ ജോസ് കെ മാണി പോലും തീരുമാനിച്ചത്. നിഷ പാലായിൽ സ്ഥാനാർത്ഥിയാകുന്നത് റോഷി വിഭാഗം ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നൊക്കെയാണ് മാതൃഭൂമിയുടെ കണ്ടെത്തൽ. പുലിയന്നൂർ ക്ഷേത്ര ഉത്സവത്തിൽ നിഷ പങ്കെടുത്തതും ഗാനമേളയിൽ പെൺകുട്ടികൾക്കൊപ്പം നൃത്തം ചെയ്തതുമൊക്കെയാണ് മാതൃഭൂമി നിഷ പൊതുപരിപാടികളിൽ സജീവയാകുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ള കാരണം. നിഷ വിജയിക്കുകയും ഇടതുമുന്നണി ഭരണത്തിലെത്തുകയും ചെയ്താൽ, ഇടുക്കിയിൽ വിജയിച്ചാൽ പോലും റോഷി അഗസ്റ്റിന് മന്ത്രിയാകാൻ കഴിയില്ല. അതുകൊണ്ടാണ് റോഷി ഉടക്ക് വെക്കുന്നത് എന്നൊക്കെയാണ് മാതൃഭൂമി കണ്ടെത്തിയിരിക്കുന്നത്. KM മാണിയുടെ മകൻ എന്ന നിലയിൽ, KM മാണിയുടെ മരുമകൾ എന്ന നിലയിൽ ആ തറവാട്ടിൽ വളരുന്ന ജോസ് കെ മാണിക്കും നിഷ ജോസ് കെ മാണിക്കും ഒരുപാട് ആരോപണങ്ങളും ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. മാണി വിരുദ്ധതയുടെ ഇരകളായിരുന്നു ഇരുവരും. പാല കരിങ്കോഴക്കൽ തറവാട്ടിൽ ജോസ് കെ മാണിയും നിഷ ജോസ് കെ മാണിയും ഇത്തരം ആരോപണങ്ങളിലൂടെ കരുത്തു നേടി പിന്നീട് വളർന്നു വന്നവരാണ്. എന്തുകൊണ്ടാണ് നിഷ ജോസ് കെ മാണിയെ നമ്മൾ അംഗീകരിക്കുന്നത്? അവർ എന്നും ഒരു പോരാളിയായിരുന്നു. പാലാ മണ്ഡലത്തിൽ ജോസ് കെ മാണിയോ നിഷ ജോസ് കെ മാണിയോ ആരെങ്കിലുമൊക്കെ മത്സരിക്കട്ടെ, എന്നാൽ അതിലപ്പുറം പൊള്ളുന്ന ചില ചരിത്ര യാഥാർത്ഥ്യങ്ങളുണ്ട്. കത്തോലിക്ക സഭയുടെ ബലത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലടിച്ച് ആ സമുദായത്തിൻ്റെ ശക്തി ഇപ്പോൾ പൂർണ്ണമായി ചോർന്നു പോയിരിക്കുന്നു. മറുവശത്ത് PJ ജോസഫ് വിഭാഗം ചുരുക്കം ചില സീറ്റുകളിൽ മാത്രമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് എങ്കിൽ കേരള കോൺഗ്രസ് നാമാവശേഷമാകും എന്നതിൽ സംശയം വേണ്ട. ഭാവിയിൽ വ്യക്തിഗത പാർട്ടിയിലേക്ക് കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനം പൂർണ്ണമായി ഒതുക്കപ്പെടും. അതിൻ്റെ ഗുണഭോക്താക്കളാകാൻ കഴിയുമോ എന്ന് കോൺഗ്രസ് ഉറ്റുനോക്കുകയാണ്. എന്നാൽ ഇവിടെ കൂടുതൽ സാധ്യത BJPക്ക് തന്നെ. കേരള കോൺഗ്രസ് കൂടുതൽ ദുർബലമായാൽ അത് BJPക്ക് അനുകൂല വളക്കൂറുള്ളൊരു മണ്ണ് അത് മധ്യ തിരുവിതാംകൂറിൽ സൃഷ്ടിക്കപ്പെടും. ഇത് മുൻകൂട്ടി കണ്ട് കേരള കോൺഗ്രസിൽ ചില അനൈക്യങ്ങളുണ്ട് എങ്കിൽ പോലും അവരെ ചേർത്ത് പിടിക്കാനുള്ള നീക്കമാണ് CPM നടത്തുന്നത്. KM മാണിയുടെ പാല കരിങ്കോഴക്കൽ തറവാട്ടിലേക്ക് എല്ലാ ഞായറാഴ്ചകളിലും ഇപ്പോഴും ഒഴുകിയെത്തുന്ന ആയിരങ്ങൾ.
പഴയ മാണി സാറിൻ്റെ അതേ കാലഘട്ടമാണ് അവർ നിലനിർത്തുന്നത്. 2023 കാലഘട്ടത്തിൽ നിഷ ജോസ് കെ മാണിയെ ബാധിച്ച ക്യാൻസർ രോഗം. ആ രോഗത്തോട് പടവെട്ടിയാണ് നിഷ ഇന്ന് പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്നത്. നേരത്തെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി നിരവധി സേവന പ്രവർത്തനങ്ങളിൽ നിഷ ഏർപ്പെട്ടിരുന്നു. ക്യാൻസർ രോഗത്തെ തുടർന്ന് കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ നടത്തുമ്പോൾ തലമുടി നഷ്ടപ്പെടുന്നതിനെ ചൊല്ലി വിലപിക്കുന്ന ഒട്ടനവധി യുവതികൾ. അവർക്ക് പുതിയ വിഗുകൾ സമ്മാനിച്ചുകൊണ്ട് പൊതുരംഗത്ത് ആദ്യം സജീവമാവുകയായിരുന്നു നിഷ ജോസ് കെ മാണി. പിന്നീട് നിഷ ജോസ് കെ മാണി ആരുമറിയാത്ത ഒരു വലിയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. കോട്ടയം ജില്ലയിൽ, പ്രത്യേകിച്ച് പാലാ മേഖലയിൽ ക്യാൻസർ രോഗം പിടിപെടുന്ന യുവതികൾക്കും മുതിർന്ന സ്ത്രീകൾക്കുമൊക്കെ എപ്പോഴും ആശ്വാസമായി ഓടിയെത്തുന്ന ഒരു വലിയ സഹായഹസ്തം. പെൺകുട്ടികളും യുവതികളുമൊക്കെ കുടുംബങ്ങളിൽ യാതനകൾ അനുഭവിക്കുമ്പോൾ ഒരു വോളണ്ടിയർ എന്ന നിലയിൽ ഏത് പാതിരാത്രിയും നിഷ അവരുടെ അടുക്കലേക്ക് ചെല്ലും. അവർക്ക് മരുന്നുകൾ സംഘടിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, അവരുടെ ചികിത്സയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കും. ഇതൊക്കെ മാധ്യമങ്ങളോട് വിളിച്ചു പറയുകയോ അതിൻ്റെ പേരിൽ പ്രശസ്തി നേടാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം. നിഷയുടെ തന്നെ ഭാഷയിൽ രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യയായി ചില്ലുമേടയിലിരിക്കുന്ന സ്വഭാവം എനിക്കില്ല. എതിർചേരിയിലുള്ളവരുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളുമൊക്കെ കേട്ട് കരുത്തു നേടിയവളാണ് താൻ എന്ന് നിഷ പലപ്പോഴും മാധ്യമാഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. തനിക്ക് രോഗം വരുന്നതിന് മുൻപ് തന്നെ ക്യാൻസറിന്റെ പിടിയിൽപ്പെട്ടു പോയവർക്കൊപ്പം താൻ സഞ്ചരിച്ചിട്ടുണ്ട് എന്നവർ പലപ്പോഴും പറയും. രോഗത്തെ പോസിറ്റീവായി താൻ കണ്ടു എന്നാണ് നിഷ പറഞ്ഞിട്ടുള്ളത്. പ്രതിസന്ധി വരുമ്പോൾ ഒപ്പമുള്ളവരുടെ മൂല്യം യഥാർത്ഥ തിളക്കത്തോടെ മനസ്സിലാക്കാൻ കഴിയും. 38 വയസ്സ് മുതൽ എല്ലാ വർഷവും ഹെൽത്ത് ചെക്കപ്പ്, പ്രത്യേകിച്ച് ക്യാൻസർ രോഗനിർണയം. 50-ാം വയസ്സിലാണ് ക്യാൻസർ രോഗം കണ്ടെത്തുന്നത്. കരഞ്ഞും തളർന്നും താൻ ഇരിക്കില്ല എന്ന് ശപഥം ചെയ്തുവെന്ന് നിഷ പറയുന്നു. സ്തനാർബുദമെന്ന് കേട്ടതോടെ വീട്ടുകാരൊക്കെ വലിയ സങ്കട കടലിലായി. അമ്മച്ചിയും പിള്ളേരും ജോയും മക്കളുമൊക്കെ വലിയ സങ്കടത്തിലും കരച്ചിലും. ഒരുപാട് പെൺകുട്ടികളെ, യുവതികളെ സഹായിച്ച നിഷ ജോസ് കെ മാണിക്ക് ക്യാൻസർ ബാധിച്ചതോടെ അവർ കൂടുതൽ കരുത്തയായി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയാണ് ചില സംശയങ്ങൾ നിലനിൽക്കുന്നത്. ജോസ് കെ മാണിക്കെതിരെ പല ആരോപണങ്ങൾ ഉയർന്നു പൊങ്ങുമ്പോഴും അക്ഷോഭ്യനായി അതിനൊന്നും മറുപടിക്ക് നിൽക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് നമ്മൾ ജോസ് കെ മാണിയിലൂടെ പലപ്പോഴും കാണുന്നത്. ഇതിനിടയിൽ മാണി സാറിനെ ബാർക്കോഴയിൽപ്പെടുത്തിയ CPM-നെതിരെ LDF-നെതിരെ കോൺഗ്രസ് ഇപ്പോൾ ശക്തമായി പ്രതികരിക്കുന്നു. ചരിത്രം പരിശോധിക്കുമ്പോൾ ബാർക്കോഴയിൽ KM മാണിയെ കുരുക്കിയത് CPM ആണോ കോൺഗ്രസ് ആണോ എന്ന ആത്മപരിശോധന നടത്തുന്നത് കൂടുതൽ നല്ലത്. 2011 തെരഞ്ഞെടുപ്പിൽ അന്ന് PJ ജോസഫ് വിഭാഗത്തെ ഒപ്പം കൂട്ടിയ KM മാണി യഥാർത്ഥത്തിൽ PJ ജോസഫിനന്ന് ഒരു ജീവശ്വാസം നൽകുകയായിരുന്നു. അന്ന് PJ ജോസഫ് വിഭാഗത്തെ ഒപ്പം ചേർത്ത KM മാണി കേവലം ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ UDF-ന് ഭരണം ഉറപ്പിച്ചു കൊടുത്തു. KM മാണിക്ക് ആ മന്ത്രിസഭയിൽ കൂടുതൽ പ്രാധാന്യം കൈവന്നു. തുടർന്നാണ് മുഖ്യമന്ത്രി മോഹം KM മാണിയിൽ ഉദിക്കുന്നത്. ഇതാവട്ടെ കോൺഗ്രസിന്റെ കടുത്ത ശത്രുതയ്ക്ക് കാരണമായി. പിന്നീട് നമ്മൾ കണ്ടത് ചരിത്രം ബാക്കി വെച്ച ചില ചതിക്കഥകൾ. അതുകൊണ്ടാണ് മാണി വിഭാഗം നേതാക്കൾ ഇപ്പോഴും പറയുന്നത് കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ നോക്കിയവരാണ് കോൺഗ്രസും PJ ജോസഫ് വിഭാഗവും എന്നൊക്കെ. 1979 മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ ഗവർണറോട് രേഖാമൂലം ആവശ്യപ്പെട്ട ഒരു പാർട്ടിയുണ്ട്, CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണി. പിന്നീട് 2015 കോടിയേരി ബാലകൃഷ്ണൻ ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. അതാവട്ടെ KM മാണിയുടെ പതനത്തിന് കാരണമായ കോൺഗ്രസ് പകയുടെയും. ജോസ് കെ മാണി ഇടതുപക്ഷത്ത് നിന്നാലും ഇനി ഇടതുപക്ഷത്ത് നിന്ന് ചാടി വലതുപക്ഷത്തെത്തിയാലും ഈ മാധ്യമ നിരീക്ഷകർ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും. കാരണം പണ്ടു തുടങ്ങിയ ഒരു മാണി വിരോധമാണ്. അതിനു പിന്നിൽ ചില സമുദായ പകയുമുണ്ട് എന്നത് ചരിത്രം നമ്മോട് പറയുന്ന സത്യം. കേരള കോൺഗ്രസിനെ കൂടുതൽ ദുർബലമാക്കി ജോസ് കെ മാണി വിഭാഗത്തെ ക്ഷീണിപ്പിക്കാനുള്ള അടവ് തന്ത്രങ്ങൾ അണിയറയിൽ അതിശക്തമായി ആസൂത്രണം ചെയ്യപ്പെടുന്നു. ജോസ് കെ മാണി അന്ധമായി സ്വീകരിക്കണമോ വെറുക്കണമോ അതൊക്കെ ജനങ്ങളുടെ ഇഷ്ടം. എന്നാൽ അതിലപ്പുറം പച്ചയായ യാഥാർത്ഥ്യങ്ങളും ചരിത്ര സത്യങ്ങളും മറക്കരുത്. ഇതിന് പിന്നിൽ ഒരുപിടി ചതിയുടെ വല്ലാത്ത കഥകളുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.